സർവകലാശാലയ്ക്ക് ഇപ്പോൾ KSU മാർച്ച് നടക്കുന്നു. തത്സമയ ദൃശ്യങ്ങളിലേക്ക്. വിട്ടുതരില്ല വിദ്യാഭ്യാസം പിണറായി മൂരാച്ച് ഗവർണറെ മൂരാച്ച് പാവപ്പെട്ട വിദ്യാർത്ഥികളുടെ ഭാവി വെച്ച് കളിക്കാനായി നാണമില്ല നിങ്ങൾക്ക് നീതി വേണം വിദ്യാർത്ഥികൾക്ക് ഇവിടെ നീതി വേണം KSUവിൻ പോരാട്ടം നീതിക്കായൊരു പോരാട്ടം അവസാനിപ്പിക്കൂ ഈ നാടകം അവസാനിപ്പിക്കൂ നാണമില്ല പിണറായി നാണമില്ല ഗവർണറെ പാവപ്പെട്ട വിദ്യാർത്ഥികളുടെ ഭാവി വെച്ച് കളിക്കാനായി നാണമില്ലേ സർക്കാര് നാണമില്ലേ ഗവർണറെ നാട് ഭരിക്കാൻ അറിയില്ലെങ്കിൽ രാജിവെച്ച് പോ പുറത്ത് പോരാട്ടം ഇത് പോരാട്ടം നീതിക്കായൊരു പോരാട്ടം KSUവിൻ പോരാട്ടം KSUവിൻ പ്രതിഷേധം അവസാനിപ്പിക്കൂ ഈ നാടകം അവസാനിക്കൂ നാണമില്ലേ പിണറായി നാണമില്ലേ ഗവർണറെ പാവപ്പെട്ട വിദ്യാർത്ഥികളുടെ ഭാവി വെച്ച് കളിക്കാനായി നാണമില്ലേ നിങ്ങൾക്ക് നാട് ഭരിക്കാൻ അറിയില്ലെങ്കിൽ രാജിവെച്ച് പോ പുറത്ത് അയ്യയ്യേ നാണക്കേട് ഇത് നാണക്കേട് പോര് അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് KSU സർവകലാശാലകളിലേക്ക് മാർച്ച് നടത്തുന്നു. ഗവർണറും മുഖ്യമന്ത്രിയും ഒത്തുകളിക്കുകയാണ് എന്ന് KSU പറയുന്നു. വാർത്തയുടെ വിശദാംശങ്ങളുമായി സൂര്യ ഗായത്രി ഉണ്ട്. സൂര്യ, ഗവർണർ നാടകപ്പോര് അവസാനിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് KSU മാർച്ച് സർവകലാശാലയിലേക്ക് നടത്തുന്നത്. ഗവർണറും മുഖ്യമന്ത്രിയും ഒത്തുകളിക്കുകയാണെന്നും KSU പറയുന്നു. വിവരങ്ങൾ. വൃന്ദ, സർവകലാശാലയ്ക്ക് മുന്നിലാണ് KSU പ്രവർത്തകർ മുദ്രാവാക്യം മുഴക്കി VC-ക്കെതിരെയും അതുപോലെ തന്നെ ചാൻസലറിനെതിരെയും SFI പ്രതിഷേധത്തിനെതിരെയുമാണ് KSUവിന്റെ മാർച്ച് എന്നുള്ളതാണ്. അതായത് SFIയുടെ നാടകം, അത് KSU സമരം അത് നാടകമായിരുന്നു എന്നുള്ള പ്രതിഷേധം വിമർശനം ഉയർത്തിയാണ് KSU ഈ പ്രതിഷേധം സംഘടിപ്പിക്കുന്നത്. അത് ഈ KSU വലിയ തരത്തിലുള്ള വിമർശനം ഉയർത്തിയിട്ടുണ്ടായിരുന്നു. സർവകലാശാലയ്ക്ക് അകത്ത് SFI പ്രവർത്തകർ പ്രതിഷേധം നടത്തിയതിൽ പോലീസിന്റെ സഹായത്തിലാണ് SFI പ്രവർത്തകർ സർവകലാശാലയ്ക്ക് അകത്ത് കയറിയതും പ്രതിഷേധം ഉയർത്തിയതും ചേംബർ വരെ എത്തിയതും എന്നടക്കമുള്ള അതിരൂക്ഷമായിട്ടുള്ള വിമർശനം SFIയുടെ ഭാഗത്തു നിന്നടക്കം ഉയർന്നിട്ടുണ്ടായിരുന്നു. ഈ സ്ഥാനത്ത് KSU ആണ് ഉണ്ടായിരുന്നതെങ്കിൽ വലിയ സംഘർഷാവസ്ഥയിലേക്ക് സാഹചര്യം എത്തിയേനെ. KSU പ്രവർത്തകരെ പോലീസ് മർദ്ദിച്ച് പുറത്താക്കുമായിരുന്നു എന്നടക്കമുള്ള വിമർശനങ്ങൾ ഉയർത്തിയാണ് KSU നേതാക്കൾ രംഗത്ത് എത്തിയിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഇന്നിപ്പോൾ ഈ പ്രതിഷേധം നടത്തുന്നത് അത് SFI സമരത്തിന് എതിരെ ആണ് എന്നതുകൂടിയാണ്
ഗവൺമെന്റ് ഗവർണർ പോരിൽ സർവകലാശാലകളെയും ഉന്നത വിദ്യാഭ്യാസ മേഖലയിലും തകർക്കരുത് എന്നുള്ള ആവശ്യമുയർത്തി നാടകപ്പോര് അവസാനിപ്പിക്കുക എന്ന മുദ്രാവാക്യം ഉയർത്തിയാണ് KSU പ്രതിഷേധം സംഘടിപ്പിക്കുന്നത്. ജില്ലാ സംഘടനയുടെ നേതൃത്വത്തിലാണ് ഈ പ്രതിഷേധം കേരള സർവകലാശാലയ്ക്ക് മുന്നിൽ നടക്കുന്നത് എന്നുള്ളതാണ്. എന്തായാലും നേരത്തെ തന്നെ ഇടത് യുവജന വിദ്യാർത്ഥി സംഘടനകൾ പ്രതിഷേധം നടത്തിയിട്ടുണ്ടായിരുന്നു. ഇന്നിപ്പോൾ DYFI അതുപോലെ തന്നെ ASF, AYF ഉൾപ്പെടെയുള്ളവർ സർവകലാശാലയ്ക്ക് പുറത്തും അകത്തുമൊക്കെ VC-ക്കെതിരെയും അതുപോലെ തന്നെ ചാൻസലറിനെതിരെയും ഒക്കെ അതിരൂക്ഷമായിട്ടുള്ള പ്രതിഷേധം നടത്തി മടങ്ങിപ്പോയിട്ടുണ്ടായിരുന്നു. അതിന് പിന്നാലെയാണ് സർവകലാശാലയ്ക്ക് മുന്നിൽ ഇപ്പോൾ അത് സർക്കാരിനെതിരെയും ഗവർണർക്കെതിരെയുമാണ് പ്രതിഷേധം ആയിട്ട് KSU ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുന്നത്. സൂര്യ, ഒപ്പം തന്നെ ഇന്ന് കേരള സർവകലാശാല ആസ്ഥാനത്ത് ഇന്നും സംഘർഷഭരിതമായിരുന്നു. സർവകലാശാലയ്ക്ക് അകത്തും പുറത്തും എല്ലാം തന്നെ ഇടത് യുവജന സംഘടനകളായ AISF-ന്റെയും DYFI-യുടെയും പ്രവർത്തകർ പ്രതിഷേധിച്ചിരുന്നു. അതുമായി ബന്ധപ്പെട്ടുള്ള മറ്റു വാർത്തകൾ. ഇടത് വിദ്യാർത്ഥി യുവജന സംഘടനകൾ ഇന്ന് അതിശക്തമായിട്ടുള്ള പ്രതിഷേധമാണ് കേരള സർവകലാശാലയ്ക്ക് അകത്ത് നടത്തിയിട്ടുണ്ടായിരുന്നത്. അകത്തും പുറത്തുമൊക്കെ ശക്തമായിട്ടുള്ള പ്രതിഷേധം നടത്തിയിട്ടുണ്ടായിരുന്നു. ആദ്യം ASF ആണ് പ്രതിഷേധവുമായിട്ട് കേരള സർവകലാശാലയിൽ എത്തിയിട്ടുണ്ടായിരുന്നത്. ASF സർവകലാശാലയ്ക്ക് അകത്ത് തന്നെ ഉണ്ടായിരുന്നു. തുടർന്ന് പ്രവർത്തകർ സർവകലാശാലയ്ക്ക് അകത്തേക്ക് തള്ളിക്കയറാനുള്ള ശ്രമം നടത്തുകയും പ്രവർത്തകരും പോലീസും തമ്മിൽ ഉന്തും തള്ളും ഉണ്ടാവുകയും പിന്നീട് ASF പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കുകയുമാണ് ചെയ്തത്. ആ ഘട്ടത്തിൽ തന്നെ സമാനമായിട്ട് കേരള സർവകലാശാലയ്ക്ക് പുറത്ത് DYFI പ്രവർത്തകർ വലിയ പ്രതിഷേധവുമായിട്ട് എത്തിയിട്ടുണ്ടായിരുന്നു. ബാരിക്കേഡിന് മുകളിലടക്കം കയറി VC-ക്കെതിരെയും ചാൻസലറിനെതിരെയും അതിരൂക്ഷമായിട്ടുള്ള വിമർശനവും മുദ്രാവാക്യം മുഴക്കിയാണ് DYFI പ്രവർത്തകർ പ്രതിഷേധം നടത്തിയിട്ടുണ്ടായിരുന്നത്. പക്ഷേ സർവകലാശാലയ്ക്ക് അകത്തേക്ക് കയറാനുള്ള ഒരു ശ്രമം DYFI പ്രവർത്തകരുടെ ഭാഗത്തു നിന്നോ അതിനുശേഷം വന്ന AYF പ്രവർത്തകരുടെ ഭാഗത്തു നിന്നോ ഉണ്ടായില്ല എന്നുള്ളതാണ്. അത് വലിയ സംഘർഷത്തിലേക്ക് പ്രതിഷേധം എത്തിച്ചിട്ടുണ്ടായിരുന്നില്ല. സർവകലാശാലയ്ക്ക് പുറത്തു നിന്ന് മാത്രമാണ് DYFI-യും അതുപോലെ തന്നെ AYF-ഉം പ്രതിഷേധം സംഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. അതേസമയം സർവകലാശാലയ്ക്ക് അകത്തേക്ക് AISF-ന്റെ നേതൃത്വത്തിൽ കയറാനുള്ള ശ്രമം നടത്തുകയും അത് പിന്നീട് പോലീസും പ്രവർത്തകരും തമ്മിലുള്ള സംഘർഷത്തിലേക്കൊക്കെ കലാശിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നാലെയാണ് ഇപ്പോൾ KSU പ്രവർത്തകർ ഗവർണർക്കും സർക്കാരിനുമെതിരെ മുദ്രാവാക്യം മുഴക്കി വിമർശനമുയർത്തി ഇപ്പോൾ രംഗത്ത് എത്തിയിരിക്കുന്നത് എന്നുള്ളതാണ്. എന്തായാലും പ്രതിഷേധങ്ങൾക്ക് അയവ് വരുന്നില്ല എന്നുള്ളത് തന്നെയാണ്. ഇന്നിപ്പോൾ VC മോഹനൻ കുന്നുമ്മൽ സർവകലാശാലയ്ക്ക് അകത്തേക്ക് എത്താത്തത് വലിയ സംഘർഷം ഒഴിവാക്കി എന്ന് തന്നെ പറയണം. ഇനിയിപ്പോൾ VC സർവകലാശാലയ്ക്ക് ഇന്ന് എത്തില്ല എന്നുള്ളതാണ് അറിയാൻ സാധിക്കുന്നത്. അഥവാ മോഹനൻ കുന്നുമ്മൽ ഇന്ന് സർവകലാശാലയിലേക്ക് എത്തുകയാണെങ്കിൽ തടയാൻ വേണ്ടിയുള്ള എല്ലാ തയ്യാറെടുപ്പുകളോടും കൂടി SFI പ്രവർത്തകരും ASF പ്രവർത്തകരും KSU പ്രവർത്തകരും ഉൾപ്പെടെയുള്ളവർ സർവകലാശാലയ്ക്ക് അകത്തു തന്നെ ഉണ്ടായിരുന്നു. എന്തായാലും ആ സംഘർഷാവസ്ഥ ഇന്ന് ഉണ്ടായില്ല. പക്ഷേ മോഹനൻ കുന്നുമ്മൽ അവധി കഴിഞ്ഞ് സർവകലാശാലയിലേക്ക് ഇതുവരെയും പ്രവേശിച്ചിട്ടില്ല. അങ്ങനെ എത്തുന്ന സമയത്ത് VC-യെ കടത്തിവിടില്ല, VC-യെ തടയും എന്നുള്ളത് തന്നെയാണ് ഇടത് വിദ്യാർത്ഥി യുവജന സംഘടനയും KSU ഉൾപ്പെടെയുള്ളവർ വ്യക്തമാക്കുന്നത്. VC-ക്കെതിരെ ശക്തമായിട്ട് പ്രതിഷേധിക്കാൻ തന്നെയാണ് വിദ്യാർത്ഥി സംഘടനകൾ ഇപ്പോഴും തീരുമാനിച്ചിരിക്കുന്നത്. അതേസമയം തന്നെ സർക്കാരിനെയും ഗവർണറെയും വിമർശിച്ചുകൊണ്ടാണ് പ്രതിപക്ഷവും അതുപോലെ തന്നെ KSU അടക്കമുള്ളവരും വിമർശനം ഉയർത്തുന്നത്. എന്തായാലും സർവകലാശാലയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോഴും ഭരണസ്തംഭനം നിലനിൽക്കുന്നു എന്നുള്ളത് തന്നെയാണ്. ഇപ്പോഴും സർവകലാശാലയിൽ 2 രജിസ്ട്രാർമാർ ഉണ്ട്. KS അനിൽകുമാർ VC-യുടെ ഉത്തരവ് ലംഘിച്ചുകൊണ്ടാണ് ഇന്നിപ്പോൾ എത്തിയതും ഓഫീസിലേക്ക് കടന്നിട്ടുള്ളതും. അതേസമയം തന്നെ KS അനിൽകുമാറിന് ഈ മറ്റ് രേഖകൾ ഒന്നും തന്നെ നൽകരുത് എന്നാവശ്യപ്പെട്ടുകൊണ്ട് VC തന്നെ ഒരു നിർദ്ദേശം അത് കമ്പ്യൂട്ടർ സെന്റർ ഡയറക്ടർക്കൊക്കെ തന്നെ നൽകിയിട്ടും ഉള്ള സാഹചര്യമുണ്ട്. നിലവിലിപ്പോൾ VC നിയമിച്ച രജിസ്ട്രാർ അത് സർവകലാശാലയ്ക്ക് അകത്ത് തന്നെയുണ്ട്. ആ ഘട്ടത്തിലാണ് KS അനിൽകുമാറിനെ ഒരു ഫയലും കൈകാര്യം ചെയ്യാൻ അനുവദിക്കാത്ത തരത്തിലുള്ള നിർദ്ദേശങ്ങൾ VC-യുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നത്. അത്തരത്തിൽ 2 രജിസ്ട്രാർമാർ സർവകലാശാലയ്ക്ക് അകത്തുണ്ട്. ഇതിൽ ആരാണ് കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത്, ആരെയാണ് കാര്യങ്ങൾ ഏൽപ്പിക്കേണ്ടത് എന്ന കാര്യത്തിൽ ഇപ്പോഴും വലിയ സംശയവും ആശയക്കുഴപ്പവും ഒക്കെ കേരള സർവകലാശാലയിൽ നിലനിൽക്കുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ്. അത് ഭരണസ്തംഭനം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. ഇനി എത്തരത്തിലാണ് ഈ പ്രശ്നം പരിഹരിക്കുക എന്നുള്ളതാണ് അറിയേണ്ടതായിട്ടുള്ളത്. ഈ വിഷയത്തിൽ ചാൻസലർ കൂടിയായിട്ടുള്ള ഗവർണർ ഇതുവരെയും ഇടപെട്ടിട്ടില്ല, ഒരു നിർദ്ദേശവും മുന്നോട്ട് വെച്ചിട്ടില്ല എന്നുള്ളതും പ്രസക്തമായിട്ടുള്ള ഒരു കാര്യമാണ്. ഇനി ഇവരിൽ ആരെങ്കിലുമൊക്കെ കോടതിയെ ബന്ധപ്പെട്ട് നിയമപരമായിട്ട് ഒരു മാറ്റം അല്ലെങ്കിൽ ഒരു സ്ഥിരത ഉണ്ടാക്കിയെടുക്കേണ്ടതായിട്ടുണ്ട് എന്നുള്ളതാണ്. അതുവരെയും ഇത്തരത്തിലുള്ള ആശയക്കുഴപ്പങ്ങൾ അത് സർവകലാശാലയെ സംബന്ധിച്ചുണ്ടാകും. ഇനിയിപ്പോൾ മോഹനൻ കുന്നുമ്മൽ അവധിയിൽ നിന്ന് തിരിച്ച് VC ആയിട്ട് പ്രവേശിച്ചു കഴിഞ്ഞു. ഈ രജിസ്ട്രാർ വിഷയത്തിൽ അടക്കം മോഹനൻ കുന്നുമ്മലിന്റെ അടുത്ത നിർദ്ദേശങ്ങൾ നടപടികൾ എന്തൊക്കെയാണ് എന്നുള്ളതും ഈ
പ്രശ്നം പരിഹരിക്കപ്പെടുമോ അതേ കൂടുതൽ രൂക്ഷമാകുമോ അവസ്ഥ എന്നുള്ളത് അദ്ദേഹത്തിന്റെ കൂടി അടുത്ത നടപടികൾ കൂടി കണ്ടിട്ട് വേണം മനസ്സിലാക്കാൻ. എന്തായാലും നിലവിൽ ഇപ്പോൾ ഒരു ഭരണ അസ്ഥിരത അത് കേരള സർവകലാശാലയിൽ നിലനിൽക്കുന്നുണ്ട്. അതിനെതിരെയാണ് ഈ വിദ്യാർത്ഥി യുവജന സംഘടനകളുടെ പ്രതിഷേധവും. സൂര്യ, ഇപ്പോൾ ഗവർണർ നാടകപ്പോർ അവസാനിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ട KSUവിന്റെ പ്രതിഷേധം തുടരുകയാണ്. തത്സമയ ദൃശ്യങ്ങളിലേക്ക്. കേരളത്തിന്റെ മണ്ണിൽ KSU നേതൃത്വം നൽകി നടക്കുമെന്ന് സൂചിപ്പിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുക. ദീർഘമായിട്ട് കടന്നു പോകുന്നില്ല. കേരളത്തിന്റെ സർവകലാശാലകളെയും കേരളത്തിന്റെ ഉന്നത വിദ്യാഭ്യാസ മേഖലയും കേരളത്തിന്റെ പൊതുവിദ്യാഭ്യാസ മേഖലയും നിങ്ങൾ നശിപ്പിക്കരുത്. വിനീതമായിട്ടുള്ള അഭ്യർത്ഥനയാണ്. പോലീസ് പോലും അതിന് കൂട്ടു നിൽക്കരുത്. നിങ്ങളുടെ മക്കൾ പഠിക്കുന്ന നിങ്ങളുടെ സഹോദരങ്ങൾ പഠിക്കുന്ന കേരളത്തിലെ ക്യാമ്പസുകളെ കേരളത്തിന്റെ സർവകലാശാലകളെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം കൂടി നിങ്ങൾക്കുണ്ടെന്ന് സൂചിപ്പിക്കാൻ KSU ആഗ്രഹിക്കുക. ഇവിടെ